എല്ലാവർക്കും സ്വാഗതം. ഭാരതീയ കാവ്യ സിദ്ധാന്തങ്ങളിൽ പ്രശസ്തമായ 4 സിദ്ധാന്തങ്ങളാണുള്ളത്. ഒന്നാമത്തത് വാമനൻ അവതരിപ്പിച്ച രീതി സിദ്ധാന്തം, രണ്ടാമത്തത് കുന്തകൻ അവതരിപ്പിച്ച വക്രോക്തി സിദ്ധാന്തം, മൂന്നാമത്തത് മഹിമഭട്ടൻ്റെ അനുമാന സിദ്ധാന്തം, നാലാമത്തത് ക്ഷേമേന്ദ്രൻ്റെ ഔചിത്യ സിദ്ധാന്തം. കാവ്യത്തിൻ്റെ ആത്മാവ് രീതിയാണെന്ന് വാമനനും, വക്രോക്തിയാണെന്ന് കുന്തകനും, അനുമാനമാണെന്ന് മഹിമഭട്ടനും, ഔചിത്യമാണെന്ന് ക്ഷേമേന്ദ്രനും പറയുന്നു. ഇതിൽ കുന്തകൻ്റെ വക്രോക്തി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് വക്രോക്തി ജീവിതം. മറ്റുള്ള സൈദ്ധാന്തികന്മാർ പറഞ്ഞതുപോലെ ഇദ്ദേഹം പറയുന്നത് കാവ്യത്തിൻ്റെ ആത്മാവ് വക്രോക്തിയാണെന്നാണ്. എന്താണ് വക്രോക്തി എന്ന് ചോദിച്ചാൽ, സാധാരണമായ ഒരു അർത്ഥം കുന്തകൻ ഉപയോഗിച്ചിരിക്കുന്നത് മനോഹരമാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അലങ്കരിക്കപ്പെടാൻ പറ്റുന്നത്. കുറച്ചുകൂടെ ഭംഗിയായി അത് പറഞ്ഞാൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്: വക്രോക്തി എന്താണ് എന്ന് ചോദിച്ചാൽ വൈദഗ്ധ്യ ഭംഗി ഭണിതി. വൈദഗ്ധ്യ ഭംഗി ഭണിതി. ഇതിൽ 3 പദങ്ങളുണ്ട്. ഇതിലൊന്നാമത്തെ പദം വൈദഗ്ധ്യം. എന്താണ് വൈദഗ്ധ്യം എന്ന് ചോദിച്ചാൽ അത് കവിയുടെ കർമ്മ കൗശലമാണ്, അല്ലെങ്കിൽ ഒരു തരത്തിൽപ്പെട്ട കവിയുടെ പ്രതിഭ തന്നെയാണ്. ഇനി ഭംഗി എന്ന് വെച്ചാൽ സൗന്ദര്യമാണ്. ഇനി ഭണിതി എന്ന് വെച്ചാൽ ആവിഷ്കരണമാണ്. അതായത് സൗന്ദര്യ പൊലിമയുണ്ടാക്കുന്ന ആവിഷ്കരണത്തിനെ നമുക്ക് വക്രോക്തി എന്ന് പറയാം. അപ്പോൾ വക്രോക്തി സാമാന്യമർത്ഥത്തിൽ മനോഹരമാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അലങ്കരിക്കുന്നത് എന്നൊക്കെ പറയാമെങ്കിലും കുറച്ചുകൂടെ വിശദമായി നമുക്ക് ഇങ്ങനെ പറയാം: സൗന്ദര്യ പൊലിമയുണ്ടാക്കുന്ന ആവിഷ്കാരത്തെ വക്രോക്തി എന്ന് പറയാം. അതായത് വൈദഗ്ധ്യ ഭംഗി ഭണിതി. ഇനി ഏതിലാണ് സൗന്ദര്യ പൊലിമ ഉണ്ടാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി കുന്തകൻ പറയുന്ന ഒരു ശ്ലോകം ഇങ്ങനെ. അപ്പോൾ സൗന്ദര്യപ്പൊലിമ ഉണ്ടാക്കണം. ഇനി സൗന്ദര്യപ്പൊലിമ ഉണ്ടാക്കേണ്ടത് ഏതിലാണെന്ന് ചോദിച്ചാൽ ശ്ലോകം ഇങ്ങനെ: ശബ്ദാർത്ഥൗ സഹിതൗ വക്ര കവി വ്യാപാരശാലിനി. ശബ്ദാർത്ഥോ സഹിതൗ വക്ര കവി വ്യാപാരശാലിനി ബന്ധേ വ്യവസ്ഥിതൗ കാവ്യം തദ്ദിദാഹ്ലാദകാരിണി. ശബ്ദാർത്ഥൗ സഹിതൗ വക്ര കവി വ്യാപാരശാലിനി ബന്ധേ വ്യവസ്ഥിതൗ കാവ്യം തദ്ദിത് ആഹ്ലാദകാരിണി. അപ്പോൾ ഇതിനകത്ത് പറയുന്ന വാക്കുകൾ, ആദ്യത്തെ കാര്യമെടുക്കാം: ശബ്ദ അർത്ഥ സഹിതൗ വക്ര കവി വ്യാപാരശാലിനി. അപ്പോൾ വക്രമാക്കേണ്ടത് അല്ലെങ്കിൽ മനോഹരമാക്കേണ്ടത് ഏതാണെന്ന് ഉത്തരം അവിടെയുണ്ട്. അതായത് 2 കാര്യങ്ങളെയാണ് മനോഹരമാക്കേണ്ടത്: ആ കാവ്യത്തിലെ ശബ്ദത്തിനെയും അർത്ഥത്തിനെയും. ശബ്ദാർത്ഥ സഹിതോ വക്ര കവി വ്യാപാരശാലിനി. അപ്പോൾ ഞാൻ പറഞ്ഞു, വക്രോക്തി സിദ്ധാന്തത്തിൻ്റെ പ്രത്യേകത വക്രോക്തിയാണ് ആത്മാവെന്ന് കുന്തകൻ പറയുന്നു. ഇനി വക്രോക്തി എന്താണെന്ന് ചോദിച്ചാൽ മനോഹരമാക്കേണ്ടതെന്ന് പറയാം, അല്ലെങ്കിൽ അത് വൈദഗ്ധ്യ ഭംഗി ഭണിതി എന്ന് പറയാം. ഇനി ഏതിനെയാണ് മനോഹരമാക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ശബ്ദത്തെയും അർത്ഥത്തെയുമാണ് വക്രോക്തിയാക്കേണ്ടത് അല്ലെങ്കിൽ മനോഹരമാക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ പറയുന്ന കാര്യം ബന്ധേ വ്യവസ്ഥിതവും കാവ്യം തത് ആഹ്ലാദകാരിണി. അതായത് ആഹ്ലാദകാരിണിയാക്കണം. ഇങ്ങനെ മനോഹരമാക്കിയത് കൊണ്ട് ആസ്വാദകന് ആഹ്ലാദം ജനിപ്പിക്കണം എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ സഹൃദയന് ഹൃദയാഹ്ലാദം ഉണ്ടാക്കുന്ന രീതിയിൽ വേണം സാഹിത്യം എഴുതേണ്ടത് എന്നുകൂടെ അതിൽ അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം കാണുന്ന സമയത്ത് അത് ഭാമഹൻ്റെ കാവ്യദർശനത്തോട് അത് സാദൃശ്യമുള്ളതാണ്. ആദ്യ ഭാഗം ഭാമഹൻ പറഞ്ഞിരിക്കുന്നത് ശബ്ദാർത്ഥ സഹിതവും കാവ്യമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ശബ്ദവും അർത്ഥവും കാവ്യത്തിന് വേണമെന്ന് ഭാമഹൻ പറയുന്നു. പക്ഷെ അതിൽ അലങ്കരിച്ച രീതിയിൽ വേണമെന്ന് കുന്തകൻ ഒരു
കൂടുതലാക്കി കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നതെന്ന് ഓർമ്മിച്ചോണം. അതായത് ഭാമഹൻ്റെ അഭിപ്രായത്തിൽ ശബ്ദാർത്ഥ സഹിതോ കവിയൊന്നേ ഉള്ളൂ. അതേസമയം കുന്തകൻ്റെ അഭിപ്രായത്തിൽ ശബ്ദാർത്ഥോ സഹിതോ വക്ര കവി വ്യാപാരശാലിനി വെന്തേ വ്യവസ്ഥിതവും കാവ്യം തത് ആഹ്ലാദകാരിണി എന്ന് കൂടെ ഉണ്ടെന്ന് ഓർമ്മിച്ചോണം. അപ്പോൾ ഇനി ഇത് തുടർന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ധ്വനി, രസം, അലങ്കാരം, രീതി, ഔചിത്യം തുടങ്ങിയ കാവ്യത്തിൻ്റെ എല്ലാ തത്വങ്ങളെയും കുന്തകൻ വക്രോക്തിയിൽ ലയിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വക്രോക്തിയിൽ അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന കാവ്യത്തിൻ്റെ ആത്മാവെന്ന് മറ്റു ചില ആൾക്കാർ പറഞ്ഞ ധ്വനിയെയും രസത്തിനെയും അലങ്കാരത്തിനെയും രീതിയെയും ഔചിത്യത്തിനെയും എല്ലാത്തിനെയും കാവ്യത്തിൻ്റെ എല്ലാ തത്വങ്ങളെയും കുന്തകൻ മനോഹരമാക്കുന്നുണ്ട്, വക്രോക്തിയിൽ ലയിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ധ്വനിയെ നിരസിക്കുന്നുണ്ട്. കാവ്യാത്മാവ് ധ്വനിയും രസമൊന്നുമല്ല, വക്രോക്തിയാണെന്ന് കുന്തകൻ സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. അതായത് ശബ്ദാർത്ഥങ്ങളുടെ മനോഹാരിത കൊണ്ട്, ശബ്ദത്തിൻ്റെ അർത്ഥത്തിൻ്റെയും മനോഹാരിത കൊണ്ട് അഴക് വിരിക്കുന്നതാണ് സാഹിത്യമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അന്ന് അലങ്കാരം എന്നറിയപ്പെട്ടിരുന്ന സ്വഭാവഭക്തിയും അപ്രസ്തുത പ്രശംസയും അദ്ദേഹം പരിശോധിച്ചിട്ട് ഇത് രണ്ടും മികച്ച അലങ്കാരങ്ങൾ തന്നെയാണെന്നും അതിൽ അപ്രസ്തുത പ്രശംസയ്ക്ക് ഒരു സാഹിത്യ രൂപമാക്കി മാറാനുള്ള കഴിവ് കൂടെ ഉണ്ടെന്നും കൂടെ കുന്തകൻ പറയുന്നുണ്ട്. ഇനി ഇതിനെ തുടർന്ന് അദ്ദേഹം വക്രോക്തി വ്യാഖ്യാനിക്കുന്ന സമയത്ത് ലക്ഷണയും വ്യഞ്ജനയും സ്വീകരിക്കുന്നില്ല, അഭിധയെ മാത്രമാണ് സ്വീകരിക്കുന്നത്. അത് അഭിധാശക്തിയിൽ മാത്രമാണ് കുന്തകൻ വിശ്വസിക്കുന്നത്. ലക്ഷ്യാർത്ഥത്തിലും ലക്ഷണയും വ്യഞ്ജനയും സ്വീകരിക്കുന്നില്ല. പക്ഷേ പലപ്പോഴും ലക്ഷ്യാർത്ഥവും വ്യംഗ്യാർത്ഥവും അദ്ദേഹം അംഗീകരിക്കുന്നതായിട്ട് പലയിടത്തും കാണുന്നുണ്ടെങ്കിലും പ്രകടമായി ലക്ഷണയും വ്യഞ്ജനയും സ്വീകരിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹം അഭിധയെ മാത്രം സ്വീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അദ്ദേഹം പറഞ്ഞത് ലക്ഷ്യവ്യഞ്ജനങ്ങൾ വാച്യത്തിൽ അന്തർഭവിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അതായത് അഭിധയ്ക്കകത്ത് തന്നെ, വാചകത്തിനകത്ത് തന്നെ ലക്ഷണയും വ്യഞ്ജനയും ഉണ്ടായിരിക്കും. ലക്ഷണയും വ്യഞ്ജനം ഉണ്ടാവാം, പക്ഷെ അത് വാചകത്തിനകത്ത് തന്നെ അല്ലെങ്കിൽ അഭിധയ്ക്കകത്ത് തന്നെ അതുണ്ടാവുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം വക്രോക്തിയെ 6 വിധത്തിൽ തരംതിരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ പേര് വക്രത, വർണ്ണവിന്യാസ വക്രത. രണ്ടാമത്തത് പദപൂർവാർത്ഥ വക്രത, അല്ലെങ്കിൽ അതിന് പ്രകൃതി വക്രത എന്നും പറയാം. മൂന്നാമത്തത് പദപരാർത്ഥ വക്രത, അതിനെ പ്രത്യയ വക്രത എന്നും പറയാം. നാലാമത്തത് വാക്യവക്രത. അഞ്ചാമത്തത് പ്രകരണ വക്രത. ആറാമത്തത് പ്രബന്ധ വക്രത. അപ്പം അദ്ദേഹം തുടർന്ന് വക്രതയെ 6 വിധത്തിൽ വർഗീകരിക്കുന്നുണ്ട്. ആ പേരുകൾ ഒന്നുകൂടെ ഓർമ്മിക്കാം. ഒന്നാമത്തെ പേര് വർണ്ണവിന്യാസ വക്രത, രണ്ടാമത്തെ പേര് പദപൂർവാർത്ഥ വക്രത. ആ പേര് തന്നെ സൂചിപ്പിക്കും പോലെ മനസ്സിലാക്കൽ എളുപ്പമാണ്. പദപൂർവാർത്ഥ വക്രത, അതിനെ പ്രകൃതി വക്രത എന്ന് പറയും. മൂന്നാമത്തത് പദപരാർത്ഥ വക്രത, അതായത് പ്രത്യയത്തിനാണ് പ്രാധാന്യം, പ്രത്യയ വക്രത. അതായത് നമുക്കറിയാം ഒരു പദത്തിനകത്ത് പ്രകൃതി എന്നും പ്രത്യയം എന്ന് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. അതിൽ പ്രകൃതി എന്ന് പറയുന്ന പദപൂർവാർത്ഥത്തിനാണ് പ്രാധാന്യമെങ്കിൽ അത് പദപൂർവാർത്ഥ വക്രത എന്ന് പറയണം. ഇനി പ്രത്യയത്തിനാണ് പ്രാധാന്യമെങ്കിൽ അതിനെ പദപരാർത്ഥ വക്രത എന്ന് പറയണം. അല്ലെങ്കിൽ പ്രത്യയത്തിനാണ് അലങ്കരിക്കുന്നതെങ്കിൽ, വക്രീകരിക്കുന്നതെങ്കിൽ അതിനെ പദപരാർത്ഥ വക്രത എന്ന് പറയണം. ഇനി ഒന്നത് വക്രത, ഇനി ഒരെണ്ണം പ്രകരണ വക്രത, ആറാമത്തത് പ്രബന്ധ വക്രത. അങ്ങനെ 6 തരത്തിൽ അദ്ദേഹം വക്രതയെ വർഗീകരിക്കുന്നുണ്ട്. അതിൽ ആദ്യം പറയേണ്ട വർണ്ണവിന്യാസ വക്രത. അതിൻ്റെ പ്രത്യേകത 2-3 വർണ്ണങ്ങൾ, 1-2-3 വർണ്ണങ്ങൾ അല്പം അന്തരത്തോടെ ആവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ചാരുതത്വത്തിനെ, അതായത് വക്രീകരിക്കുന്ന ഒരു രീതി. 1-2-3 വർണ്ണങ്ങൾ ആവർത്തിച്ച് വരുന്ന സമയത്ത് ആ കാവ്യത്തിനൊരു സൗന്ദര്യം ഉണ്ടാകുന്നുണ്ട്, ഒരു മനോഹാരിത്വം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് വർണ്ണവിന്യാസ വക്രത എന്ന് പറയണം. ഇനി അലങ്കാരങ്ങളുടെ അനുപ്രാസം തന്നെയാണിതെന്ന് കുന്തകൻ പറയുന്നുണ്ട്. ഇനി ഈ ശബ്ദ സൗഭാഗ്യം കേവലം ഇന്ദ്രജാല ആയി പോകരുതെന്ന് കൂടെ ഒരു മുന്നറിയിപ്പ് കൂടെ തരുന്നുണ്ട്. ഇങ്ങനെ ആവർത്തിക്കുന്ന സമയത്ത് അത് ആവർത്തിക്കാൻ വേണ്ടി ആവർത്തിച്ച് ആ കാവ്യത്തിനെ മോശമാക്കാൻ പാടില്ല. അതൊരു ഇന്ദ്രജാല പ്രകടനമാക്കരുത്. അത് ശബ്ദ സൗന്ദര്യം ഉണ്ടാകുന്ന രീതിയിൽ വേണം ഈ ആവർത്തനമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് കൂടെ തരുന്നുണ്ട്. ഇനി പദപൂർവാർത്ഥ വക്രത. നമുക്കറിയാം ഒരു പദത്തിൻ്റെ പ്രത്യേകത പ്രകൃതിയെന്നും പ്രത്യയമെന്നും പറയുന്ന 2 കാര്യങ്ങളുണ്ട്. അതിൽ പ്രകൃതിക്ക് പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ പ്രകൃതിക്ക് നൽകുന്ന ഉക്തി വൈചിത്ര്യമാണ് പദപൂർവാർത്ഥ വക്രത എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത് പറഞ്ഞാൽ പദപരാർത്ഥ വക്രതയുടെ പ്രത്യേകത പ്രത്യയത്തിന് നൽകുന്ന വക്രതയാണ് അല്ലെങ്കിൽ അലങ്കരിക്കലാണ് പദപരാർത്ഥ വക്രതയെന്ന് മനസ്സിലാക്കണം. ഇനി 4ാമത്തെ വക്രതയുടെ പ്രത്യേകത വാക്യവക്രതയാണ്. അത് വസ്തുവിനെ ഹൃദ്യമായി വർണ്ണിക്കുന്ന വക്രതയാണ് വാക്യവക്രത. ഇനി അതിനുവേണ്ടി അലങ്കാരങ്ങളുടെ സന്നിവേശം അവിടെ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം.
ഇനി പ്രകരണ വക്രതയുടെ പ്രത്യേകത ഒന്നിലധികം വാക്യങ്ങളെ രമണീയമായി അവതരിപ്പിക്കുകയാണ് അതിൽ ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രത്യേകം മറ്റ് കഥകളൊക്കെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതായത് പൊതുവേ ഒന്ന് പൊലിപ്പിച്ചെടുക്കുന്ന രീതിയാണ് പ്രകരണ വക്രത എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രബന്ധ വക്രതയുടെ പ്രത്യേകത നാടകം, മഹാകാവ്യം, ഖണ്ഡകാവ്യം തുടങ്ങിയ അവയെ പൊലിപ്പിച്ചെടുക്കുന്ന രീതിയാണ് പ്രബന്ധ വക്രത എന്ന് പറയുന്നത്. വർണ്ണവിന്യാസം, അപ്പോൾ ഒന്നുകൂടെ ആ വാക്കുകൾ ഓർമ്മിക്കാം. വർണ്ണവിന്യാസ വക്രത, ഇനി പദ പൂർവാർത്ഥ വക്രത, പദ പരാർത്ഥ വക്രത, വാക്യവക്രത, പ്രകരണ വക്രത, പ്രബന്ധ വക്രത എന്നിങ്ങനെ 6 തരത്തിൽ വക്രതകളെ അദ്ദേഹം തരംതിരിക്കുന്നുണ്ട്. വീണ്ടും ചില വിഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പദപൂർവാർത്ഥ വക്രതയ്ക്ക് അദ്ദേഹം വീണ്ടും രൂഢീ വക്രതയെന്നും പര്യായ വക്രതയെന്നും ഉച്ചചാര്യ വക്രതയെന്നും വിശേഷണ വക്രത, സംവൃതി വക്രത, ഭാവവൈചിത്ര്യ വക്രത, ലിംഗവൈചിത്ര്യ വക്രത, ക്രിയാവൈചിത്ര്യ വക്രത, വൃത്തിവൈചിത്ര്യ വക്രത എന്നൊരു വിഭാഗങ്ങൾ കൂടെ അദ്ദേഹം വീണ്ടും തരംതിരിക്കുന്നുണ്ട്. അതുപോലെ പ്രത്യയ വക്രതയെ അതായത് പദപരാർത്ഥ വക്രതയെ കാലം, കാരകം, സംഖ്യ, പുരുഷൻ, ഉപഗ്രഹം മുതലായവ അടിസ്ഥാനമാക്കി വീണ്ടും അദ്ദേഹം തരംതിരിക്കുന്നുണ്ടെന്ന് ഓർക്കുക. ഇപ്പം ഇതിനൊന്ന് ചുരുക്കി പറഞ്ഞാൽ ആ വാക്ക് ഒന്നുകൂടെ ഓർമ്മിച്ച് വയ്ക്കണം. വൈദഗ്ധ്യ, ഭംഗി, ഫണിതി എന്നൊരു വാക്ക് വീണ്ടും ഓർമ്മിച്ച് വയ്ക്കണം. അതായത് ശബ്ദത്തിനെയും അർത്ഥത്തിനെയും അലങ്കരിക്കുന്നത് തന്നെയാണ് വക്രോക്തി എന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നുണ്ട്. പിന്നെ കവികർമ്മ കൗശലവും അവിടെ ഓർമ്മിക്കണം. സഹൃദയ ആഹ്ലാദം ജനിപ്പിക്കുന്നതാണ് സാഹിത്യം എന്ന ഒരു സങ്കല്പവും അവിടെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്.